നുങ്കോറിന് പിന്നാലെ മലയാള സിനിമാ താരങ്ങളുടെ പഴയ വാഹന നികുതി വെട്ടിപ്പ് വീണ്ടും ചർച്ചയാകുന്നു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, അമല പോൾ എന്നിവരാണ് നേരത്തെ വാഹന നികുതി വെട്ടിപ്പിൽ കുടുങ്ങിയിട്ടുള്ളവർ. അന്ന് സുരേഷ് ഗോപിക്കെതിരെ സൈബർ സഖാക്കൾ പല ട്രോളുകളും ഇറക്കി. അതെന്നും തുടരുന്നു. അന്ന് എല്ലാ നടന്മാരുടെയും കുറ്റമാക്കിയവർ ഹോട്ടലിൽ നിന്നുള്ള നടന്മാരുടെ കാർ കടത്തിനെ നിസ്സാരവൽക്കരിക്കുന്നു. നടന്മാർ ചതിയിൽപ്പെട്ടു എന്നാണ് അവരുടെ പ്രതികരണം. ഓപ്പറേഷൻ നുങ്കോറിൽ കുടുങ്ങുകയാണ് വീണ്ടും മലയാള സിനിമയിലെ നടന്മാർ. ആഡംബര വാഹനങ്ങൾ നികുതി ഒഴിവാക്കി കേരളത്തിലെത്തിച്ച സംഭവത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് നടത്തിയ പരിശോധനയിൽ നടൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ കാറുകൾ പിടിച്ചെടുത്തു. മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ 35 കേന്ദ്രങ്ങളിലായിരുന്നു ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ പരിശോധന നടന്നത്. ദുൽഖർ സൽമാന് പുറമെ നടന്മാരായ പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലും പരിശോധന നടത്തി. ഇതിനിടെയാണ് പഴയ കേസുകളും ചർച്ചയാകുന്നത്. നടന്മാർക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ അതോ ഇടനിലക്കാർ വഴിയാണോ ഇവ കേരളത്തിൽ എത്തിച്ചതെന്നാണ് പരിശോധിക്കുന്നത്. ദുൽഖർ സൽമാനും അമിത് ചക്കാലക്കലും ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകുമെന്നും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു. പുതുശ്ശേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരൻ എന്ന നിലയിലാണ് 2010 വാങ്ങിയ കാർ സുരേഷ് ഗോപി അവിടെ രജിസ്റ്റർ ചെയ്തത്. 2 കാറുകളുടെ കാര്യത്തിൽ ആരോപണം ഉയർന്നുവെങ്കിലും ഒന്നിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തതും നടപടിയെടുത്തത്. വ്യാജ മേൽവിലാസം ഉണ്ടാക്കി താരം ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തിയതായി അന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ഫഹദ് ഫാസിലും അമല പോളുമാണ് സമാന ആരോപണം നേരിട്ട മറ്റ് 2 അഭിനേതാക്കൾ. ഇരുവർക്കുമെതിരെ വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പ് കേസെടുത്തെങ്കിലും പിന്നീട് ഒഴിവാക്കിയിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് രാഷ്ട്രീയ വിരോധം മൂലമാണെന്ന വാദവും ഉയർന്നിരുന്നു. ഫഹദ് ഫാസിൽ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും 19 ലക്ഷത്തോളം രൂപ പിഴ അടയ്ക്കുകയും ചെയ്തിരുന്നു. ഫഹദിനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. അമല പോൾ ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ വാഹനം കേരളത്തിൽ എത്തിക്കാത്തതിനാൽ നടപടി സ്വീകരിക്കാനായില്ലെന്നാണ് ഉയർന്ന വാദം. നിലവിൽ ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. ഇത്തരത്തിൽ കേരളത്തിൽ 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞു. തീവ്രവാദ വിരുദ്ധ സേന, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവരുടെ സഹകരണത്തോടെ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ 35 ഇടങ്ങളിലാണ് കേരളത്തിൽ പരിശോധന നടന്നത്. ഇതിൽ പ്രതിക്കൂട്ടിലുള്ളവരെല്ലാം പിഴ നൽകേണ്ടി വരും.